ഇന്ന് ഹാൻസലിനെയും നിമയെയും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കണം. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരനായ വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരെ സുരക്ഷിതമായി കാത്തുകൊള്ളുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. You are my favorite place to go. You're at the end of my favorite road. Above the rest, you're the best I know. You are my favorite shade of rose, a flower bed on my favorite stones. I love the ground where your roots have grown. You're my favorite place. You are my favorite kind of glow. You radiate my favorite tone. You shed a light that guides me home to my favorite place. You are my favorite place to go. You're the Lord of all creation, God. You made me in your image, and I'm just a reflection of the love that I've been given. Everybody wants to be somebody. I wanna be somebody too. If I'm gonna be known for something, I wanna be known for you. I wanna be the moon up among the stars, fly around the world, lighten up the dark of night. I'm nothing without the sun's amazing grace on everything I do. If you're shining on me, I'm shining right back for you. I wanna be the moon, Lord, I wanna be the moon for
wanna be somebody too. If I'm gonna be known for something, I wanna be known for you. I wanna be the moon up among the stars, fly around the world, lighten up the darkest night. I wanna be the moon up among the stars, fly around the world, lighten up the dark night. I'm nothing without the sun's amazing grace on everything I do. If you're shining on me, I'm shining right back for you. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അനുഗ്രഹത്തിൽ ഈ മക്കൾ വിവാഹമെന്ന കൂദാശയിൽ ഒന്നാകുമ്പോൾ നമുക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടുപേർക്കും വലിയ സ്നേഹത്തോടുകൂടെ ഇടവകയുടെ പേരിലുള്ള വലിയ സ്നേഹത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൊടുത്തുമ്പോൾ നമ്മുടെ ഈ കുടുംബത്തോടുള്ള വലിയ സ്നേഹവും അതുപോലെ തന്നെ ഇവർ തമ്പുരാൻ്റെ ഈ ദേവാലയത്തോടും സഭയോടുമുള്ള വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലും കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് ഇത്ര അച്ഛന്മാർ ഇവിടെ ആയിരിക്കുക. ഒരുപാട് സ്നേഹത്തോടുകൂടെ ജിഷൻ ചേട്ടനും ഉമ്മി ചേച്ചിയും ഒക്കെ ഈ ദേവാലയത്തോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് തമ്പുരാൻ്റെ പേരിൽ നന്ദി പറയുകയും ആ വലിയ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുമ്പോൾ ഈ മകൻ്റെ വിവാഹമെന്ന വലിയ സന്തോഷത്തിൻ്റെ കൂദാശയിൽ ഞങ്ങളും വലിയ സ്നേഹത്തോടുകൂടെ പങ്കെടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ തിരുക്കരങ്ങളിൽ പങ്കെടുക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കൈകൾ കൂപ്പാം. കർത്താവിൻ്റെ അൾത്താരയുടെ മുൻപിൽ ഈ വധൂവരന്മാരെ സമർപ്പിക്കാം, അവരുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലോടെ പുതിയൊരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആകുവാനായിട്ട് കർത്താവെ ഇവരുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും
ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. വിശുദ്ധ പത്രോസ്ലീഹ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹാൻസലിൻ്റെയും നിമയുടെയും ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ദിനം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് അവർ ജീവിതാവസാനം വരെ ഈ ഒരേ മനസ്സോടുകൂടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അവരുടെ ജീവിതം ആരംഭിക്കുന്ന, ക്രൈസ്തവ കുടുംബ ജീവിതം ആരംഭിക്കുന്ന മനോഹരമായിട്ടുള്ള ദിനമാണ്. ഇതിൻ്റെ നിമിഷങ്ങൾക്കാണ് നമ്മളൊക്കെ സാക്ഷികളാകുന്നത്. ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ അനുഗ്രഹമായി മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ ദേവാലയത്തിൽ തമ്പുരാൻ്റെ നിറസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. വൈദികൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനോഹരമായ ആശീർവാദ പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പാരമ്പര്യമായിട്ട് അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അബ്രാഹത്തെ മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന. എന്നിട്ട് പറയുന്നത് ഇതാണ്: സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. നിങ്ങളെ വിവാഹത്തിൽ ബന്ധിച്ചിരിക്കുന്നത്, ഒരു മനസ്സോടുകൂടെ ഒന്നിച്ച് ചേർക്കുന്നത് ഈ വീട്ടുകാർ മാത്രമല്ല. വീട്ടുകാർ തീർച്ചയായിട്ടും അതിനുള്ള വേദികൾ ഒരുക്കിയിട്ടുണ്ടാവാം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവാം, അതൊക്കെയുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം നിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് തമ്പുരാൻ്റെ വലിയ കൃപയാണ്. ഇത് വെറുമൊരു ആഘോഷമല്ല. നമ്മൾ ഹോട്ടലുകളിലൊക്കെ വെച്ച്, റോഡ് സൈഡിൽ വെച്ച്, പാർക്കിൽ വെച്ച് നടക്കേണ്ട കർമ്മമൊന്നുമല്ല. കാരണം ഇത് തമ്പുരാൻ്റെ തിരു സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഇത് നടത്തുന്നത്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തൊട്ട് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ തൊട്ട് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു. ഞങ്ങൾ ഇനി ഏകമനസ്സോടുകൂടെ ജീവിതാവസാനം വരെ ജീവിക്കാം. നിങ്ങളെടുക്കുന്ന ഈ തീരുമാനം, സുവിശേഷത്തെ തൊട്ട് എടുക്കുന്ന ഈ തീരുമാനം നിങ്ങൾ നടത്തുന്നത് ഈ ദേവാലയത്തിലാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമായ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ആ തീരുമാനമെടുക്കുന്നത്. ദൈവജനത്തെ സാക്ഷിയാക്കിക്കൊണ്ട്, സഭയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവമൊന്നും വെറുതെ ഏൽപ്പിക്കുന്നില്ല. തമ്പുരാൻ ആരെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഏൽപ്പിക്കുക. അബ്രാഹത്തെ വിളിച്ച ദൈവം അബ്രാഹത്തോട് ചോദിച്ചു, നിനക്ക്
ഈ ജനതയുടെ പിതാവാകാൻ സാധിക്കുമോ? മോശയെ വിളിച്ച ദൈവം ചോദിച്ചു, നിനക്ക് ഈജിപ്തിൽ ചെന്ന് എൻ്റെ മക്കളെ അവിടെ നിന്ന് സ്വതന്ത്രരാക്കി കൊണ്ടുവരാൻ കഴിയുമോ? ഓരോ പ്രവാചകന്മാരെയും വിളിച്ച ദൈവം ചോദിച്ചു, നിനക്ക് എൻ്റെ ശബ്ദമാകാൻ പറ്റുമോ? എൻ്റെ നാവാകാൻ കഴിയുമോ? പരിശുദ്ധ അമ്മയെ വിളിച്ച ദൈവം ചോദിച്ചു, നിനക്ക് എൻ്റെ സുതൻ്റെ അമ്മയാകാൻ കഴിയുമോ? ഇന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് ദൈവം ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. ഹാൻസൽ, നിനക്ക് നിമയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയുമോ? നിമ, നിനക്ക് ഹാൽസലിനെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ കഴിയുമോ? ഇത് ദൈവമാണ് ചോദിക്കുന്നത്. പുരോഹിതൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിറയുന്നതിന് വേണ്ടി ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു സുവിശേഷ ഭാഗം കൂടിയാണ്. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്ന്. അതിലെ കല്യാണ വിരുന്നല്ല പ്രധാനപ്പെട്ടത്, കല്യാണ വിരുന്നിലെ അത്ഭുതവുമല്ല പ്രധാനപ്പെട്ടത്. പരിശുദ്ധ അമ്മ എടുത്ത നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മ അവിടെ പിൻവാതിലിലൂടെ കലവറ തപ്പിപ്പോയവളാണ് പരിശുദ്ധ അമ്മ. ഒരുപക്ഷെ ഹാൻസലിൻ്റെ അടുക്കലും നിമയുടെ അടുക്കലും ഒത്തിരി പേര് പറഞ്ഞു കാണും, ഹാൻസൽ ഇനി ദയവ് ചെയ്ത് നിമയുടെ കുറവുകളൊന്നും കാണരുത്, ഇതുവരെ ഉണ്ടായ കുറവുകളൊന്നും കണ്ടേക്കരുത്, ഒക്കെ മറന്നു കളഞ്ഞേക്ക്. നിമയോടും പറഞ്ഞിട്ടുണ്ടാവും, നിമ ഹാൻസലിൻ്റെ ഒരു കുറവുകളും കാണാൻ പാടില്ല, എപ്പോഴും നന്മ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാനിന്നത് മാറ്റി പറയുകയാണ്, ഹാൻസൽ ഇന്നു മുതൽ നിമയുടെ കുറവുകളെ കാണാവൂ. നിമ ഇന്നു മുതൽ ഹാൻസലിൻ്റെ കുറവുകൾ കണ്ടെത്തുക. അത് കാണേണ്ട വിധം പരിശുദ്ധ അമ്മ കണ്ട പോലെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ കുറവുകൾ അന്വേഷിച്ച് പുറംവാതിലിലൂടെ കലവറ തപ്പിപ്പോയ പരിശുദ്ധ അമ്മയെ പോലെ ആ കുറവുകൾ കണ്ടത് പുറത്തു പോയി അടക്കം പറയാനല്ലായിരുന്നു, ആ കുറവുകളിൽ സന്തോഷിക്കാനുമല്ലായിരുന്നു, മറിച്ച് കുറവുകളെ നിറവുകളാക്കാനായിരുന്നു. പിതാവായ ദൈവത്തെ വിളിച്ചുകൊണ്ട് മകനെ വിളിച്ചു നിർത്തിക്കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. എന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരസ്പരം അത് നിറവാക്കി മാറ്റണം. ആരോടും പറഞ്ഞു നടക്കാനല്ല, പരിഭവം പറയാനുമല്ല, മറിച്ച് നിറവുകൾ ഉണ്ടാകാനായിട്ട്, ദൈവസ്നേഹം കൊണ്ട് നിറയാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് സാധിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ, തമ്പുരാൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ക്രൈസ്തവ ജീവിത മാതൃകയുടെ കുടുംബമായി മാറാനായിട്ട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും നാമയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഹാൻസൽ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നിമയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? നിമ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ
ഹാൻസലിനെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളവുമായി ആയിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായി കർത്താവ് ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുന്നു. ആമേൻ. മംഗല്യ സൗഭാഗ്യമേകാ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവി നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഹതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഹതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ വന്നു വസിച്ചിടുകെങ്കിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനുമായ മാർ യൗസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഗോദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. അങ്ങിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമേൽ എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
this wonderful couple. So once again, good evening everyone. Let me introduce myself. I'm Hansel's elder brother, Noel Jashin's wife, Minu Noel. So, 2024, January 28-നാണ് ഹാൻസലിൻ്റെയും നിമയുടെയും ഒഫീഷ്യൽ വിവാഹ ഉറപ്പിക്കൽ നടന്നത്. So, ladies and gentlemen, let's put your hands together for welcoming this wonderful couple. നമ്മുടെ ഒഫീഷ്യൽ സെറമണീസ് എല്ലാം നമുക്ക് ഒരു പ്രെയർ സോങ്ങോട് കൂടെ സ്റ്റാർട്ട് ചെയ്യാം. For the prayer song, I'm inviting Vinita Berti onto the stage. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടി ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു മാളു. ഹാൻസലിനെയും നിമയും നമ്മളിൽ പലർക്കും തന്നെ നന്നായി അറിയാം. ബട്ട് ഇവൻ ദോ ഐ എം ഇൻട്രൊഡ്യൂസിംഗ് ഹാൻസൽസ് ആൻഡ് നിമാസ് ഫാമിലി ടു യു. ഫസ്റ്റ്, let me introduce Hansel's family. Hansel Jashin. He is the youngest son of the family. He is a B.Tech Computer Science graduate from College of Engineering, Trandrum, CET. Currently, he is working as a software engineer at Google, Warsaw, Poland. Previously, he worked at a US company, Intuit, Bangalore. Hansel's daddy, Mr. Jashin Paul, is a retired superintendent engineer from Kerala Irrigation Department. He is from Amadam Pellisheri family, now residing at Pentak South Park, Thrissur. Hansel's mother, Mrs. Emmy Jashin, she is a postgraduate in sociology and a homemaker now. She is from Veliyaparambil House, Ernakulam. Hansel's elder brother, Dr. Noel Jashin, he is a MDS doctor working as a consultant orthodontist and braces specialist. And myself, Noel's wife, Minu Noel, I am an MPBS doctor. I am from Mattam Kakasheri family. So here completes our family. Now let me introduce Nima's family to you. Nima Joffi. She is from Arakkal House. She graduated in BVOC in food processing and quality control from Stella Maris College, Chennai. And later, she done her MSc in food science and technology from St. Joseph University, Bangalore. She had previously worked in Steer Life India Private Limited, Bangalore. And then she was working as a digital marketing executive at Fryer Digital Marketing Company, Bangalore. Nima's father, Mr. A.K. Joffi uncle, is from Arakkal Parapukaran House, Pavarti. He is a businessman. Nima's mom, Bityani, she is from Mampilli House, Irnalakuda, and is a homemaker now. Nima, having two elder sisters. Her elder sister, Mrs. Naina, she is a former finance manager at Al Akya International, Muscat, Oman, and is married to Mr. Lindo Peterson. He is a chartered accountant working as a finance manager in MFAR Group of Company, Muscat. And Lindo is from Paraman family, Perumbavoor. And they are blessed with a baby girl, Alice, who is in grade 2. Nima's second elder sister, Minu, she is a B.Tech graduate and is an embroidery artist. And her husband, Mr. Anit John, who had done B.Tech and MPA and is now working as a senior manager in Kotak Mahindra Bank, Mumbai. And Anit is from Cherayat Konikara family, Kotekat, Thrissur. So here completes Nima's family. Let us start the ceremony with a candle lighting. As Bible says, John chapter 5 verses 1. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ കീഴടക്കിയില്ല.
And here we are starting our ceremony with a candle lighting. Candle lightingനായി ഞാൻ ഹാൻസലിനെയും നിമയെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടുപേർക്ക് മുന്നിലോട്ട് വരാം. ഈ ദീപനാളത്തിൽ നിന്നും തെളിയുന്ന പ്രകാശം പോലെ എന്നും ഹാൻസലിന്റെയും നിമയുടെയും ജീവിതം പ്രകാശപൂരിതമാകുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ഇനി നിങ്ങൾ എല്ലാവരെയും രണ്ടു വാക്ക് സംസാരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാനായി ഡാഡിയെ ക്ഷണിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ടവരെ, കുറെ അധികം ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു സുദിനം ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. ഹാൻസലിൻ്റെയും നിമയുടെയും കല്യാണം. അത് ഈ ഒരു ഇതിൻ്റെ സന്തോഷം കൊണ്ട്, എക്സൈറ്റ് കൊണ്ട് എന്തോ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പാളി. സാധാരണ കുർബാനയിലൊക്കെ കേട്ട് കുർബാനയിലൊന്നും ഇല്ലാത്തൊരു ഷോ ആയിപ്പോയി. എന്തായാലും ഇപ്പോൾ ഓക്കെയാണ്. അങ്ങനെ ഒരു മിനിറ്റ് തല ചുറ്റിയപ്പോഴേ ചെറുതായിട്ട് ഞാൻ ഹാൻസലിനെ ചെറിയ കുട്ടിയായിട്ടാണ് അന്നത്തെ. ആ സമയത്ത് തീരെ ചെറിയ കുട്ടി. അപ്പോൾ അവനെ മമ്മി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പറയും, നല്ല കുട്ടിയാക്കണേ, അതൊന്നും വരുത്തല്ലേ, പഠിച്ച് വലിയ കുട്ടിയാക്കണേ, വലിയ ആളാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ വലിയ കുട്ടിയായി, കല്യാണം കഴിക്കുന്ന ഒരു ഇതായി. അങ്ങനെ നിമേനെ, നല്ല ബ്യൂട്ടിഫുൾ നിമേനെ പോയി കല്യാണം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഒരു പെൺകുട്ടിയെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂത്ത ആള് മിനും നോയലും തന്നെ. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഈ സന്തോഷത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും സന്തോഷം. അതില് എടുത്തു പറയേണ്ടത് അമേരിക്കയിൽ നിന്ന് വരെ ഇതിനു വേണ്ടി വന്നിട്ടുള്ള ബോണുണ്ട്. ചേട്ടൻ എന്ന് കെട്ടിന് വന്നിട്ടുള്ള ചേട്ടൻ, അച്ഛൻ ഫാദർ ടോണി, ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ള ചേട്ടൻ, അങ്ങനെ പലരും ഉണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട്. അത് കൂടാതെ ഇന്ന് നമുക്ക് പ്രത്യേകം എന്താ പറയാ, ഒരു സർപ്രൈസ് ആയിട്ട് വന്നത് അമല ഹോസ്പിറ്റൽ ഡയറക്ടറാണ് ജൂലിയസ് അച്ഛൻ. അന്ന് ഇവിടേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ എൻ്റെ ഷോ കഴിയുന്നേക്കാളും മുമ്പ്, കഴിയുന്നേക്കാളും മുമ്പ് എനിക്ക് ഷോയ്ക്ക് പോകേണ്ടി വന്നു. അച്ഛൻ ഭയങ്കരമായിട്ട്, അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഹോളി കമ്മ്യൂണിനെ പ്രത്യേക ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പൊ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഇത്രയും ഭയങ്കര സർപ്രൈസ് തരുന്നില്ല. ഖുർആന്റെ സമയത്ത് അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത് പ്രസംഗിക്കാനൊക്കെ. ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് അച്ഛൻ തന്നെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല, അധികം ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ഇതില് പിന്നെ എത്തിച്ചേരാൻ ആഗ്രഹം ഉണ്ടായിട്ടും എത്തിച്ചേരാൻ പറ്റാത്തതുണ്ട്. ഒന്ന് ചേച്ചിയാണ് ഇറ്റലിയിൽ നിന്ന്, പിന്നെ 2 സിസ്റ്റേഴ്സ്, അവർക്കും വരാൻ പറ്റിയില്ല. പക്ഷെ ചേച്ചി വേറൊരു കാര്യം ചെയ്തു, മാർപ്പാപ്പയുടെ സ്പെഷ്യൽ ബ്ലെസ്സിങ്. അത് വളരെ കാര്യമായിട്ട് നമ്മളെ ഇവിടെ ഇന്നലെ രാത്രി തന്നെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഇതിനിടയിൽ അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക ബ്ലെസ്സിങ് ആണത്. പിന്നെ ഇതിനകത്ത് ഇനി 2 പേര് നമുക്ക്, നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട നമുക്ക് കുറച്ച് പേര് ഇതിനകത്ത് അവരിവിടെ ഇല്ല. ഒന്ന് അപ്പനും അമ്മയും, അതുപോലെ ഹാൻസലും നോയലടക്കം അപ്പച്ചനെന്ന് വിളിക്കണം, അപ്പച്ചനും അമ്മച്ചിയും. അവരുടെ സാന്നിധ്യം ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവും, അവർ കാണുന്നുണ്ടാവും. അവരുടെ അനുഗ്രഹവും ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്തായാലും വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം. എൻ്റെ ബാച്ചിൽ 81 സിവിൽ ഞാൻ കണ്ടു, നന്നായി. 81 ബാച്ചില് ഞങ്ങളൊരു 37 പേരുണ്ട്. ഒരുമാതിരി എല്ലാവരും എത്തിയിട്ടുണ്ട് വിത്ത് ഫാമിലി. വളരെ സന്തോഷം. ഇനി അതിലും അറിവ് 74 10ാം ക്ലാസ്സിലെ കുറച്ച് പേരുണ്ട്, അവർ എത്തിയിട്ടുണ്ട്. 50ാം വാർഷികം ആഘോഷിച്ചത് ഞങ്ങള് ഏപ്രില്. അതിലും കുറെ പേരുണ്ട്, 50 വർഷം. അതിൽ അച്ഛനുണ്ടായിരുന്നു, ഒരു ജോയി. അവരൊക്കെ എത്താന്ന് പറഞ്ഞാൽ എത്താൻ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കിലൊക്കെ. അതേമാതിരി ഹാൻസലിനും ഇവരും വളരെ അഭിമാനം തോന്നുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. ഹാൻസൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തീരെ ചെറിയ കുട്ടിയായിരുന്നു. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വർത്താനം പറയാൻ തുടങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് അവൻ മാമെന്ന് പറയാൻ തുടങ്ങും. മമ്മി എന്ന് പറഞ്ഞു കൊടുക്കും. അവൻ ഭയങ്കര ക്ലിയർ ആയിട്ട് ഡാഡിന്ന് വിളിക്കും. അത്രയും അനുസരണം അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിലെല്ലാത്തിലും ഇപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യണു.
ഇങ്ങനൊരു സന്ദർഭത്തിൽ എത്തിച്ചേർന്ന എല്ലാവരോടും എൻ്റെ സന്തോഷം, നന്ദി. ഞാൻ ഇനി കൂടുതൽ ബോറാക്കണില്ല. എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, Daddy. So next, we are having our sweetest ceremony. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഓരോ കേക്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ ചേരുമ്പോൾ മാത്രമാണ് the cake become more sweeter and more tastier. So here, കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കേക്കിൻ്റെ മധുരത്തിലോട്ട് വിശുദ്ധിയുടെ ഒരു അതിമധുരം, ഒരു എക്സ്ട്രാ സ്വീറ്റ്നെസ് നൽകിക്കൊണ്ട് കേക്ക് ബ്ലെസ് ചെയ്യുവാനായി ഐ എം ഇൻവൈറ്റിംഗ് ഹാൻസൽസ് അങ്കിൾ, our daddy's elder brother, Father Tony Pellicherry, onto the dais. നിറഞ്ഞ കയ്യടിയോടുകൂടെ നമുക്ക് ടോണി ഫാദറിനെ വേദിയിലോട്ട് ക്ഷണിക്കാം. As we invoke your blessing on this cake, which is a symbol of your infinite, unending, amazing love for each one of us, and especially today for Nima and Hansel as they begin their new life together. We invoke your blessing on the new family in the church that is being formed today. May they always experience your protection, providence, and guidance today and all the days of their life. Bless this cake, bless Nima and Hansel, and bless all of us gathered here, and those who wish to be here on this day. Keep us always in your love. We make this prayer through Christ our Lord. So ഫാദറിന്റെ പ്രസൻസിൽ തന്നെ നമ്മൾ ഈ കേക്ക് കട്ടിയാണ്. So I'm inviting Hansel and Nima. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് അത് നമുക്ക് എത്തിച്ചിരിക്കുന്ന നമ്മുടെ ഡോളി ആൻറ്റി ഡാഡിയുടെ സിസ്റ്ററാണ്. ഷീസ് ഇൻ ഇറ്റലി. സോ ആ ഒരു വെരി പ്രഷ്യസ് ഗിഫ്റ്റ് ഹാൻസലിനും നിമയ്ക്കും കൈമാറുന്നതിനായി ഞാൻ ഫാദർ ടോണി പെല്ലിശ്ശേരിയെ ക്ഷണിക്കുന്നു. ഞാനിത് ഒന്ന് വായിക്കാം. The Holy Father Francis cordially imparts the requested apostolic blessing to Hansel Jeshin and Nima Joffi on the occasion of the sacrament of matrimony, that their love, consecrated at the altar, will be blessed each day with divine graces. Christ the King Church, Thrissur, 28 July 2024. Thank you, Father. This is such a blessed moment for Hansel and Nima. ഡോളി ആൻറ്റി ഇവിടെ ഇല്ലെങ്കിലും ഡോളി ആൻറ്റിയുടെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. സോ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നുമുള്ള ബ്ലെസ് സർട്ടിഫിക്കറ്റ് ഇന്ന് ഈ ഒരു ബ്ലെസ്ഡ് മൊമെന്റിൽ ഹാൻസലിനും നിമയ്ക്കും സ്വീകരിക്കാൻ പറ്റിയെന്ന് പറയുന്നതന്നെ ഇറ്റ്സ് സോ ഹാപ്പി ഫോർ ദം. സോ താങ്ക് യു ഫാദർ. നൗ വി ആർ ഹാവിംഗ് എ വൈൻ ടോസിംഗ് സെറമണി. കാനായിലെ കല്യാണം മുതൽ നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യ കല്യാണങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഒന്നാണ് വൈൻ. Wine is a symbol of richness and prosperity. So, a wine opening night, champagne opening, I'm inviting my husband, Noel Jashin. നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ. ഈ ഷാമ്പെയിൻ ഓപ്പണിംഗ് പതച്ചു പൊങ്ങുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നല്ലൊരു കൈ, നിങ്ങളുടെ കൈയ്യടിയാണ് ഈ ഷാമ്പെയിൻ ഓപ്പണിംഗ്. ഓ യെസ്, ഗ്ലാസ്സിലേക്ക് പകരം നൗ I'm inviting Daddy and Joffy uncle, ഹാൻസലിനും നിമയ്ക്കും ഈ വൈൻ ഗ്ലാസ് കൊടുക്കുന്നതിനായി ജോഫി അങ്കിളെയും ഡാഡിയെയും ഞാൻ ക്ഷണിക്കുന്നു.
And Daddy and Joffrey uncle is sharing with Hansel and Nima. പഴകും തോറും വീര്യം കൂടുന്ന ഈ വൈൻ പോലെ എന്നും ഹാൻസലിന്റെയും നിമയുടെയും ജീവിതത്തിന്റെ സ്നേഹലഹരിയുടെ വീര്യവും കൂടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. खुशियों को मिल गया आईना, अब देखो गाने भी लगी नजरें, हीर को रांझा मिल गया, चढ़ने लगा रंग इश्क का, नचने लगा अब दिल मेरा, हीरिए तेरा राजा है खड़ा, आजा वे उड़ ले संजहां, हीरिए तेरा राजा है खड़ा, आजा वे उड़ ले संजहां. रिश्ता ये रब ने है लिखा चन्ना, खुशियों को चेहरा मिल गया, चढ़ने लगा रंग इश्क का, नचने लगा अब दिल मेरा, हीरिए तेरा राजा है खड़ा, आजा वे उड़ ले संजहां. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning
We're closer to heaven. There's so much ahead of us. We'll give our dreams to the rising sun. Make our way. We've just begun. We're closer to heaven. There's so much ahead of us. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. She be my queen since we were 16. We want the same things, we dream the same dreams. Alright, alright. I got it all, cause she is the one. Her mom calls me love, but dad calls me son. Alright, alright. I know, I know, I know for sure. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Oh yeah. Alright. She belongs to me. Kisses like cream, her walk is so mean, and every jaw drop when she's in those jeans. Alright, alright. I don't exist if I don't have her. The sun doesn't shine, the world doesn't turn. Alright, alright. But I know, I know, I know for sure. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Oh yeah. Alright. She knows that I never let her down before. And she knows that I'm never gonna let another take a love from me now. Everybody wants to steal my girl. Everybody wants to take her love away. Couple billion in the whole wide world. We'll find another one 'cause she belongs to me. Everybody wants to steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Oh yeah.
സർവശക്ത, ഇന്ന് വിവാഹിതരായിരിക്കുന്ന ഹാൻസലിനെയും നിമയെയും ഞങ്ങൾ അങ്ങേ കയ്യിൽ സമർപ്പിക്കുന്നു. ഇവരെ ആരംഭിക്കുന്ന ജീവിതത്തിന് എല്ലാവിധ ആശീർവാദവും നൽകിക്കൊണ്ട് സ്വർഗസ്നാവേ നാം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.